ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ആദ്യമായി സ്നേഹവന്ദനം അറിയിക്കട്ടെ. നോമ്പിൻ്റെ നാളുകളിലൂടെ സഭ കടന്നു പോവുകയാണ്. ഈ അവസരത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ നവീകരണം സഭാപിതാക്കന്മാർ നോമ്പാചരണത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയതായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം എന്നുള്ളതായിരിക്കുന്ന വലിയ താല്പര്യം ദൈവത്തിന് ഉണ്ട്. മനുഷ്യൻ്റെ ആത്മീയ അജ്ഞതയിൽ ദൈവം മനുഷ്യനെ നോക്കി വിലപിക്കുന്നത് ദൈവവചനത്തിൽ, പ്രത്യേകിച്ച് പ്രവചന പുസ്തകങ്ങളിൽ നമുക്ക് പലയിടങ്ങളിലായി കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ പഴയ നിയമമായി വായിക്കുന്നതായിട്ടുള്ള യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒരു മോചനത്തിനായി ദൈവജനത്തെ വിളിക്കുന്ന രീതി അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും അല്ലെങ്കിൽ ദൈവത്തെ അറിയാതിരിക്കുകയും അവരുടെ ആ അജ്ഞതയിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തെ അറിയുന്നവരായി ദൈവിക പ്രവൃത്തികളെ ചെയ്യുന്നവരായി ജീവിപ്പാൻ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവാത്മാവ് അവിടെ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ പലസ്തീൻ നാട്ടിലെ ഒരു പ്രധാന നഗരത്തിൽ പോലീസുകാരും ഒരു കൂട്ടം കൊള്ളക്കാരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയുണ്ടായി. അപ്പോൾ ഈ അവസരത്തിൽ പോലീസുകാരെ കണ്ടതായിരിക്കുന്ന കൊള്ളക്കാർ അവർ ആയിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം അന്വേഷിച്ചു. അങ്ങനെ അവർ സഞ്ചരിച്ചിരുന്നതായിട്ടുള്ള വാഹനം, ഒരു പ്രത്യേകതരം വാഹനം ഉണ്ടായിരുന്നു. അത് കഴുതകളെ കൊണ്ട് കൂട്ടിക്കെട്ടിയിരിക്കുന്നതായിട്ടുള്ള ഒരു വാഹനം ആയിരുന്നു. അവരാ വണ്ടിയും കഴുതകളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ ഒളിവ് സങ്കേതത്തിലേക്ക് രക്ഷപ്പെടുകയുണ്ടായി. എന്നാൽ അവരെ പിന്തുടർന്നതായിരിക്കുന്ന പോലീസുകാർക്ക് അവരെ കണ്ടെത്തുവാനോ പിടിക്കുവാനോ സാധിച്ചില്ല. എന്നാൽ അവർ ഉപേക്ഷിച്ചു പോയതായിരിക്കുന്ന ആ കഴുതകളെ പോലീസുകാർ ചില ദിവസങ്ങളിൽ പട്ടിണിക്ക് ഇടുകയും അല്പ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ കഴുതകളെ അവർ അഴിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ ആ കഴുതകൾ തങ്ങളുടെ യജമാനന്മാരുടെ ഒളിവിടം അറിയുന്നതാട്ട അല്ലെങ്കിൽ അവരുടെ സങ്കേതം അറിയുന്നതാട്ടുള്ള സ്ഥലത്തേക്ക് അവർ യാത്ര ചെയ്തു. ഇതിനെ പിന്തുടർന്നതായിരിക്കുന്ന പോലീസുകാർക്ക് ഈ കൊള്ളക്കാരുടെ സങ്കേതം കണ്ടുപിടിക്കുവാനും അവരെ കീഴ്പ്പെടുത്തുവാനുമായിട്ട് സാധിച്ചു. ഇവിടെ നമ്മൾ ഈ സംഭവത്തിൽ തങ്ങളുടെ യജമാനന്മാരെ അവരുടെ സങ്കേതത്തെ അന്വേഷിച്ച് ചെല്ലുന്നതായിട്ടുള്ള കഴുതകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്തിൽ വിവരമില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തതായിരിക്കുന്ന മൃഗമായിട്ടാണ് നമുക്ക് കഴുതകളെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ജീവജാലങ്ങളിൽ പലതിനെയും നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ മൃഗങ്ങളും ഓരോ ജീവജാലങ്ങളും അവരുടെ കൂടുകളെ അറിയുകയും അവിടേക്ക് അവർ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ദേശാടന പക്ഷികളെ നമുക്ക് അറിയാവുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചില സീസണുകൾ അന്വേഷിച്ച് അവർ പോവുകയാണ്. അവിടെ പോയി തിരികെ തന്നെ ആ സീസൺ അവസാനിച്ചു കഴിഞ്ഞാൽ അവ തിരികെ അവരുടെ രാജ്യത്തേക്ക് തന്നെ മടങ്ങിപ്പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ യെശയ്യാ പ്രവാചകൻ ഈ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വളരെ വേദനയോടുകൂടെ സങ്കടത്തോടുകൂടെ പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ ഇസ്രായേലോ എന്നെ അറിയുന്നില്ല, ഗ്രഹിക്കുന്നില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. ദൈവത്തെ അറിയാതെ, ദൈവവചനത്തെ അറിയാതെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു സവിശേഷത ഇന്നത്തെ തലമുറകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകളിൽ അപ്രകാരമുള്ളവരെ വിമോചിപ്പിച്ചുകൊണ്ട്
ദൈവത്തിങ്കിലേക്ക് ക്രിസ്തുവിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ദൗത്യമാണ് സഭയ്ക്ക് ഉള്ളത്. നമ്മൾ ഇന്ന് വായിക്കുന്നതായിട്ടുള്ള യെശയ്യാപ്രവചനം 12:17 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. വിമോചിതരാകുവാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്ന ജനം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അവിടെ എണ്ണി പറയുന്നത്. 1, ഹൃദയങ്ങളെ കഴുകി വെടിപ്പാക്കുക. 2, പ്രവൃത്തികളെ നല്ലതാക്കുക. തിന്മ മാറ്റി നന്മ ചെയ്യുവാനായിട്ട് പഠിപ്പിക്കുക. ന്യായം അന്വേഷിക്കുക, അത് അനാഥന് നടത്തി കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാകും. പീഡിതരെ വിടുവിക്കുക, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കുക. ക്രിസ്തു സുവിശേഷ വചനമായിരിക്കുന്ന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വലിയൊരു ദൗത്യം അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അവിടെ ഒരു സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 18 വർഷമായി രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ എന്നവിടെ പ്രത്യേകം സുവിശേഷകൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ജനിച്ചപ്പോൾ കൂനിയായിരിക്കുന്ന സ്ത്രീയല്ല, 18 വർഷത്തിനുള്ളിൽ ആയിരിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ സ്ത്രീ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവൾ 18 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സ്ത്രീ ദൈവാലയത്തിൽ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ ക്രിസ്തു അവളെ കാണുകയും അതൊരു ശബത്ത് ദിവസമാകുന്നു എന്നുള്ളത് പരീക്ഷാ പ്രമാണികളും മറ്റ് ശാസ്ത്രിമാരുമൊക്കെ കുറ്റപ്പെടുത്തുകയും കുറ്റം കണ്ടെത്തുവാനായിട്ട് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ക്രിസ്തു ഈ 18 വർഷം രോഗാത്മാവ് ബാധിച്ചതായിരിക്കുന്ന ഈ സ്ത്രീക്ക് വേണ്ടി അവിടെ വ്യവഹരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് അവിടെ ചെയ്യുന്നത് അവൾക്ക് വേണ്ടുന്നതായിട്ടുള്ള രോഗാത്മാവിൻ്റെ വിടുതൽ, വിമോചനം നൽകുകയാണ്. കർത്താവ് അവൾക്ക് വലിയൊരു സൗഖ്യം നൽകുന്നതായിട്ട് നാം കാണുന്നു. തൻ്റെ ഉപദേശത്തിൻ്റെ മധ്യത്തിലാണ് കർത്താവ് പള്ളിയിൽ ഈ വലിയ വിമോചന ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പലവിധ കാരണങ്ങളാൽ കൂന് ബാധിച്ചതായിരിക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പ്രവാചന പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ തിന്മയാൽ കൂന് ബാധിച്ചവർ, അതുപോലെ തന്നെ പ്രവൃത്തികളുടെ ദോഷത്താൽ കൂന് ബാധിച്ചവർ അല്ലെങ്കിൽ രോഗാത്മാവ് ബാധിച്ചവർ, ന്യായം കിട്ടാതെ രോഗികളായി തീർന്നിരിക്കുന്നവർ, മാനസികമായിട്ടുള്ള സമ്മർദ്ദത്താലും മറ്റും രോഗികളായിരിക്കുന്നവർ, വിധവമാരായിരിക്കുന്നവർ, തങ്ങൾക്ക് ആശ്രയിപ്പാൻ മറ്റാരുമില്ലാതെ ഇരിക്കുന്നവർ, ഇവരെല്ലാം വിമോചിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവജനം എന്നുള്ളവർ. അവർ അജ്ഞരായി ഇരിക്കുവാനല്ല, ജ്ഞാനമുള്ളവരായി, ദൈവബോധമുള്ളവരായി, ദൈവവചനത്തിലേക്ക് മടങ്ങി വരുന്നവരായി ഈ നോമ്പിൻ്റെ നാളുകളിൽ ക്രിസ്തുവിൻ്റെ വിമോചന പ്രക്രിയയിൽ പങ്കാളികളായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ. ദൈവവചനത്താൽ നമ്മെ ശക്തീകരിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വിമോചനകർത്താവായിരിക്കുന്ന ഞങ്ങളുടെ യേശുവേ, അവിടുത്തെ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ആയുസ്സിൽ ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ വിമോചന പ്രവൃത്തി പങ്കാളിയായിത്തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം എന്നപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങളായിരിക്കുന്ന സമൂഹം സ്വസ്ഥതയും സമാധാനവും ആത്മീക നിറവും സന്തോഷവും അനുഭവമുള്ളവരായിത്തീരുവാനും നല്ലൊരു സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിപ്പാനും എല്ലാവരെയും ഒരുക്കണം എന്നപേക്ഷിക്കുന്നു. വചനത്താൽ ഞങ്ങളെ കഴുകി വെടിപ്പാക്കിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അജ്ഞതകളെ അവിടുന്ന് നീക്കിത്തരുന്നതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.